ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മുഖ്യധാര വികസനത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങളും വികസന സാധ്യതകളും അന്വേഷിച്ച് കണ്ടെത്തി അവരെ ശാക്തീകരിക്കുന്നതിനായാണ് കുടുംബശ്രീ ഊരുകളിൽ പങ്കാളിത്ത സൂക്ഷ്മതല ആസൂത്രണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ആസൂത്രണ പ്രക്രിയയിലൂടെ പട്ടികവർഗ മേഖലയിലെ പിന്നാക്കാവസ്ഥയെക്കുറിച്ചുള്ള നിജസ്ഥിതികൾ പുറത്തുകൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന വാർത്തകളിലേക്ക്. വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ താറടിക്കാനായി ചിലർ രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് എളമരം കരീം MLA. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇത് ജനങ്ങളോട് തുറന്നു പറയണമെന്നും കടന്നപ്പള്ളി. കൊലപാതകങ്ങൾ രക്തസാക്ഷി കുടുംബങ്ങളുടെ വികാര പ്രകടനമാണെന്ന പിണറായിയുടെ പ്രസ്താവന കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൊലപാതകങ്ങൾ രക്തസാക്ഷി കുടുംബങ്ങളുടെ വികാര പ്രകടനമാണെന്ന പിണറായിയുടെ പ്രസ്താവന കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ജനശക്തി യാത്രയ്ക്ക് പയ്യോളിയിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കതിരൂർ മനോജ് വധം രക്തസാക്ഷി കുടുംബങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ CPM ശ്രമമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. കോഴിക്കോട് പയ്യോളിയിൽ ജനശക്തി യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരിയിലെയും പരിസരങ്ങളിലെയും കൊലപാതകങ്ങൾ രക്തസാക്ഷി കുടുംബങ്ങളുടെ വികാര പ്രകടനങ്ങളുടെ ഭാഗമാണെന്ന പിണറായിയുടെ പ്രസ്താവന കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. എല്ലാ കൊലപാതകങ്ങളും CPM നേതൃത്വത്തിന്റെ അനുവാദത്തോടെ നടന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ നടത്തുന്ന കൊലപാതകത്തിൽ നിന്ന് നേതൃത്വത്തെ മറച്ചുവെച്ചുകൊണ്ട് ഇതൊക്കെ രക്തസാക്ഷിയുടെ കുടുംബത്തിന്റെ മുകളിൽ കെട്ടിവെക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പരിക്ക് പറ്റിയവരും കൊല നടത്തിയവരുടെ കുടുംബങ്ങളാണ് ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഏറ്റവും ഒടുവിൽ മനോജിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനാണോ ഉള്ളത് എന്നാണോ പിണറായി വിജയൻ പറയുന്നത്? നേരത്തെ പയ്യോളിയിൽ കൊല്ലപ്പെട്ട CT മനോജിന്റെ ബലികൂടരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് യാത്ര തുടങ്ങിയത്. മനോജിന്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളെ നേതാക്കൾ ആശ്വസിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ അടക്കമുള്ള നേതാക്കൾ PK കൃഷ്ണദാസിനൊപ്പം ജനശക്തി യാത്രയിൽ അണിനിരക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ താറടിക്കാനായി ചിലർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA. KSRT എംപ്ലോയീസ് അസോസിയേഷന്റെ വാർഷിക കൌൺസിൽ യോഗം നളന്തയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ വാർഷിക കൌൺസിൽ നളന്തയിൽ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ താറടിക്കാനായി ചിലർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. കോർപ്പറേഷൻ CEOമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സാറാ ജോസഫ് നടത്തിയ പ്രസംഗം രാഷ്ട്രീയ മുൻവിധിയോടെയാണെന്നും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരത്തിൽപ്പെട്ടതല്ല CEOമാരുടെ ആവശ്യങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തമായി ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ അവകാശമില്ല എന്ന കാര്യത്തിൽ സാറാ ജോസഫ് അംഗീകാരം ഗവൺമെന്റ് ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അസോസിയേഷൻ പ്രസിഡന്റ് വൈക്കം വിശ്വൻ അഴീക്കോടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് KK ദിവാകരൻ അധ്യക്ഷം വഹിച്ചു. M. ഭാസ്കരൻ, ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ, T. ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇത് ജനങ്ങളോട് തുറന്നു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കടന്നപ്പള്ളി.
അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനെ മൂടി വെക്കുന്നത് അത് ജനങ്ങളെ അറിയിക്കണം. ജനങ്ങളുടെ ജനവികാരം പ്രകടിപ്പിക്കുന്ന സഭയെ അറിയിക്കണം. ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പാണ് ബജറ്റ് പാസാക്കിയത്. ബജറ്റ് പാസാക്കി 3 മാസം കഴിഞ്ഞു. ആ ബജറ്റിൽ 1398 കോടി രൂപയുടെ അഡീഷണൽ ടാക്സാണ് നിർദ്ദേശിച്ചത്. 3 മാസം കഴിഞ്ഞപ്പോൾ 2000 കോടിയായി അത് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഓർഡിനൻസിലൂടെ ജനങ്ങളുടെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. മന്ത്രിസഭയും ഭരണകക്ഷി നേതാക്കളും ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. വൻകിടക്കാർക്ക് നികുതി ഇളവ് നൽകുകയും സാധാരണക്കാരുടെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് ജനവഞ്ചനയാണ്. സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ തൃശൂർ പീച്ചിയിൽ നടക്കുന്ന കോൺഗ്രസ് എസ് സംസ്ഥാന നേതൃ ക്യാമ്പ് UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തു നിന്നും ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ട ആദ്യ യാത്രാ കപ്പൽ തുറമുഖത്തേക്ക് തന്നെ തിരിച്ചെത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് 5 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിച്ച MV ചെറിയപാനി കപ്പൽ തുറമുഖത്തേക്ക് തിരികെ എത്തിയത്. അനുകൂല കാലാവസ്ഥ വന്നാൽ കപ്പൽ തുറമുഖത്തു നിന്നും പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയായതിനാൽ ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ട സീസണിലെ ആദ്യ യാത്രാ കപ്പൽ ബേപ്പൂർ തുറമുഖത്ത് തന്നെ തിരിച്ചെത്തി. MV ചെറിയപാനി ഹൈസ്പീഡ് കപ്പലാണ് തുറമുഖത്ത് എത്തിയത്. മൺസൂൺ നിയന്ത്രണങ്ങൾക്കു ശേഷമായിരുന്നു ചൊവ്വാഴ്ച രാവിലെ 8-ന് ആന്ത്രോത്ത് ദ്വീപിലേക്കുള്ള 150 യാത്രക്കാരുമായി കപ്പൽ പുറപ്പെട്ടത്. തുടർന്ന് 5 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിച്ചതിനാൽ കപ്പൽ തുറമുഖത്തേക്ക് തന്നെ തിരിച്ചെത്തി. തിങ്കളാഴ്ച വൈകിട്ടാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊച്ചി യാർഡിൽ നിന്ന് ചെറിയപാനി കപ്പൽ തുറമുഖത്ത് എത്തിയത്. ഇതിലേക്കുള്ള യാത്രാ ടിക്കറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. അനുകൂല കാലാവസ്ഥ വന്നാൽ കപ്പൽ തുറമുഖത്ത് നിന്നും തിരിക്കാനാണ് തീരുമാനം. മൺസൂണിൽ മെയ് 15 മുതൽ സെപ്റ്റംബർ 15 വരെ മൈനർ തുറമുഖമായ ബേപ്പൂരിൽ നിന്ന് യാത്രാ കപ്പൽ സർവീസ് ഉണ്ടായിരുന്നില്ല. ഈ കാലയളവിൽ കൊച്ചിയിൽ നിന്നായിരുന്നു ദ്വീപുകാരുടെ യാത്ര. അതിനാൽ മലബാറിനെ ആശ്രയിക്കുന്നവർക്ക് ഏറെ പ്രയാസമായിരുന്നു. MV അമിൻ ദിവി, MV മിനിക്കോയ്, MV വലിയപാനി, MV ചെറിയപാനി, MV പറളി എന്നിവയാണ് ബേപ്പൂരിൽ നിന്ന് ദ്വീപിലേക്കുള്ള യാത്രാ കപ്പലുകൾ. ഇതിൽ ചില കപ്പലുകൾ ആഴ്ചയിലും ചിലത് മാസത്തിൽ 2 തവണയും മാത്രമായിരുന്നു. ഈ സീസൺ മുതൽ MV മിനിക്കോയ് കപ്പൽ സർവീസ് ബേപ്പൂരിലേക്ക് മാത്രമാക്കി നിജപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മലബാറിനെ ആശ്രയിക്കുന്ന ഒട്ടേറെ ദ്വീപുകാർക്ക് ആശ്വാസകരമാവും. അശാസ്ത്രീയമായ കപ്പൽ ഷെഡ്യൂളിംഗ് മൂലം ദ്വീപുകാർക്ക് യാത്രാ ടിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പ്രയാസം പരിഹരിക്കാൻ ഇത്തവണ മുതൽ കപ്പലുകൾക്ക് മേഖലാതല പ്രോഗ്രാമിംഗും നടപ്പാക്കുന്നുണ്ട്. ലക്ഷദ്വീപിനെ 4 മേഖലകളാക്കി ആവശ്യാനുസരണം കപ്പൽ ഷെഡ്യൂൾ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി വൻകരയിൽ നിന്നും ദ്വീപിലേക്ക് പോകുന്നവർക്ക് കൂടുതൽ സൌകര്യം ഒരുക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വിദ്യാർത്ഥികളിൽ കായിക പരിശീലനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി അമ്മു കോഴിക്കോട്ടുമെത്തി. 35ാമത് നാഷണൽ ഗെയിംസിന്റെ പ്രചരണാർത്ഥമാണ് ഭാഗ്യചിഹ്നമായ അമ്മു വേഴാമ്പൽ മുഖ്യ കഥാപാത്രമായ നാടകം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരിപ്പിച്ചത്. കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടക്കുന്ന 35ാമത് നാഷണൽ ഗെയിംസിന്റെ പ്രചരണാർത്ഥമാണ് നാഷണൽ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റി കളിക്കുന്ന കുട്ടികൾക്കായി ഭാരതം കാത്തിരിക്കുന്നു എന്ന നാടകം വിദ്യാലയങ്ങളിൽ പര്യടനം നടത്തുന്നത്. നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ അമ്മു വേഴാമ്പലിനെ മുഖ്യ കഥാപാത്രമായി രൂപം കൊടുത്ത നാടകം കുട്ടികളിൽ ആവേശമുയർത്തിയാണ് വിദ്യാലയങ്ങളിൽ അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പര്യടനം നടത്തിയ അമ്മു കോഴിക്കോട്ടും എത്തിയിരിക്കുകയാണ്. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കളക്ടർ CA ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ പഠനത്തോടൊപ്പം കായിക പരിശീലനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ് നാടകം. സണ്ണി, മോനു എന്നീ 2 സുഹൃത്തുക്കളിലൂടെയാണ് നാടകം നീങ്ങുന്നത്. കളികളിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സണ്ണിയുടെ ജീവിതവും കായികക്ഷമതയും ഉയർത്തിക്കാട്ടുമ്പോൾ മോനു കായിക പരിശീലനത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിയുന്നു. ജീവിത വിജയം കൈവരിക്കുന്നുണ്ടെങ്കിലും ജീവിതശൈലീ രോഗങ്ങളിൽ അകപ്പെടുന്നതിലെ അപകടമാണ് നാടകം സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഒളിമ്പിക്സിലും ഇന്ത്യ മെഡലുകൾ വാരിക്കൂട്ടുന്നത് വളർന്നുവരുന്ന പുതിയ തലമുറയിലൂടെ ആയിരിക്കുമെന്ന സന്ദേശം നൽകിയാണ് നാടകം അവസാനിക്കുന്നത്. നാഷണൽ ഗെയിംസ് ചീഫ് കമ്മീഷണറും മുൻ DGPയുമായ ജേക്കബ് പുന്നൂസ് IPSന്റേതാണ് നാടകത്തിന്റെ ആശയം. അനിൽ കാരറ്റ് ആണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. വേദിയിൽ കഥാപാത്രങ്ങളായി എത്തുന്നതാവട്ടെ കേരള പോലീസ് സേന ഉദ്യോഗസ്ഥരായ ചന്ദ്രകുമാർ, രാജശേഖരൻ, പ്രസാദ്, സന്തോഷ്, സുധർമ്മൻ, അഗേഷ് ദാസ്, അനീഷ് എന്നിവരും. വിദ്യാലയങ്ങളിൽ എത്തുന്ന അമ്മുവിനെ കുട്ടികൾ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും നാടകം കുട്ടികളിൽ പ്രസക്തമായ ചിന്ത പകരുന്നതാണെന്നും അനിൽ കാരറ്റ് പറഞ്ഞു. നമ്മുടെ പഠിക്കുന്ന കുട്ടികൾ
രാജ്യാന്തര മത്സരങ്ങളിൽ രാജ്യത്തിന് വേണ്ടി സ്വർണം നേടുമെന്നുള്ള ഒരു കൺസെപ്റ്റ്. 500ഓളം വിദ്യാലയങ്ങളിൽ നാടകം അവതരിപ്പിക്കാനാണ് തീരുമാനം. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, ബാർ കൌൺസിലർ കമല രഘുനാഥ്, സ്കൂൾ പ്രിൻസിപ്പാൾ മേരി, മൂസ ഹാജി, ഉമ്മർ കോയ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. You wanna say yeah, you wanna say grab, you wanna say yeah, grab. വാർത്തകൾ തുടരുന്നു. പട്ടികവർഗ ഊരുകളുടെ സമഗ്ര വികസനത്തിനും ആസൂത്രണത്തിനുമായി കുടുംബശ്രീ പട്ടികവർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പങ്കാളിത്ത സൂക്ഷ്മതല ആസൂത്രണത്തിന് കുടുംബശ്രീ തുടക്കമിട്ടു. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ 25-ന് ചെങ്ങരോത്ത് MLA K. കുഞ്ഞമ്മദ് മാസ്റ്റർ നിർവഹിക്കും. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ ഉദ്യമമെന്ന് കളക്ടർ CA ലത പറഞ്ഞു. പട്ടികവർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വകുപ്പുകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ഏകോപിപ്പിക്കും. ഇതിന്റെ ആദ്യപടിയായി നടത്തുന്ന പ്രക്രിയയാണ് പങ്കാളിത്ത സൂക്ഷ്മതല ആസൂത്രണം അഥവാ മൈക്രോ ലെവൽ പ്ലാനിംഗ് MLP. പട്ടികവർഗ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഇത് നടത്തുന്നത്. ഊരുകൂട്ടം യോഗം ചേർന്ന് അവരുടെ പദ്ധതികളും ആവശ്യങ്ങളും തയ്യാറാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സൂക്ഷ്മതല ആസൂത്രണത്തിലൂടെ പഞ്ചായത്ത് തല റിപ്പോർട്ടും ജില്ലാതല റിപ്പോർട്ടും തയ്യാറാക്കും. ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആവശ്യങ്ങളും പദ്ധതികളും വിവിധ വകുപ്പുകൾക്ക് നൽകുകയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പുരോഗതികൾ വിലയിരുത്തുകയും ചെയ്യും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ 25 ചെങ്ങരോത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് MLA K. കുഞ്ഞമ്മദ് മാസ്റ്റർ നിർവഹിക്കുമെന്നും ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. BSNL ജീവനക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KGNA സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി സമരം ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ LTC ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, ആശ്രിത നിയമനം ഉദാരമാക്കുക, അലവൻസുകൾ പരിഷ്കരിക്കുക, വിവിധ കേഡറ്റുകളുടെ പേരുമാറ്റം നടപ്പാക്കുക, NFEP അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് BSNL ജീവനക്കാർ ധർണ നടത്തിയത്. നോൺ എക്സിക്യൂട്ടീവ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KGNA സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. BSNL എംപ്ലോയീസ് യൂണിയൻ മെമ്പർമാരായ KV ജയരാജൻ, M. വിജയകുമാർ, P. ഭാഗ്യലക്ഷ്മി, ലതിക നായർ, MK ബീരാൻ, M. നാരായണൻ, AK ജാസിം, BK ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. BSNLന്റെ ഇന്നത്തെ സാമ്പത്തിക ശോചനീയാവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര സർക്കാർ ഈ സ്ഥാപനത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയും ചിറ്റമ്മ നയവുമാണെന്നും വേതനത്തിലും ആനുകൂല്യങ്ങളിലും തൊഴിൽ സൌകര്യങ്ങളിലും കാലോചിതമായ മാറ്റത്തിനുവേണ്ടി ജീവനക്കാർ ശക്തമായ സമരമുഖത്തിറങ്ങണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ തന്നെ ആദ്യമായി മികച്ച ശബ്ദ സംവിധാനങ്ങളോടെ ഒരുക്കുന്ന സംഗീത മെഗാ ഷോയുടെ ആദ്യ ടിക്കറ്റ് വിൽപ്പന കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ T. നസ്രുദ്ദീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഏറെ വ്യത്യസ്തവും പുതുമയുള്ളതുമായ ജാം ഗ്രാബ് സംഗീത സായാഹ്നത്തിന്റെ ടിക്കറ്റുകൾ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണത്തോടെയാണ് ജാം ഗ്രാബ് സംഗീത സായാഹ്നം സംഘടിപ്പിക്കുന്നത്. ടിക്കറ്റുകൾ 500ഓളം വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകും. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ആദ്യ ടിക്കറ്റ് വിൽപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസ്രുദ്ദീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു.
സ്റ്റേജ് ഷോകളുടെ ചരിത്രത്തിൽ കേരളം ഇതുവരെ കാണാത്ത പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലുള്ള വേദി, 3 ലക്ഷം വാട്ട്സ് സ്റ്റീരിയോഫോണിക് ശബ്ദ സംവിധാനം, പൈറോടെക്നിക്സ്, 200 ഇന്റലിജന്റ് ലൈറ്റ്സ് എന്നിവയാണ് സംഗീത നിശയുടെ സാങ്കേതികമായ പ്രധാന മേന്മകളെന്ന് സംവിധായകൻ ഷാജൂൺ കാരിയൽ പറഞ്ഞു. ഇതൊരു സാധാ ഗാനമേളയല്ല. ഇത് വളരെ ഇതുവരെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വിപുലമായ വലിയ രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്നതാണ്. അതിന് നമ്മളൊരു 60 ഫീറ്റ് ഡിജിറ്റൽ വാൾ ഉണ്ട്. ഡിജിറ്റൽ വാൾസ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഡിജിറ്റൽ വാൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അതേപോലെ സൗണ്ട് സിസ്റ്റവും ഗംഭീരമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം. നമ്മൾ 1 lakh സൗണ്ട് സിസ്റ്റം വാട്ട്സ് ഒക്കെ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ 3 lakh വാട്ട്സിന്റെ സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിലെ വർത്തമാനകാല ഗായകരെല്ലാം പാട്ടുപാടുവാനായി ജാം ഗ്രാബിലെത്തും. സെപ്റ്റംബർ 27-ന് കോഴിക്കോട് സ്വപ്നനഗരിയിലാണ് ജാം ഗ്രാബ് മെഗാ മ്യൂസിക് ഷോ അരങ്ങേറുന്നത്. പൊളിക്കാൻ കൊണ്ടുവന്ന കൂറ്റൻ കപ്പൽ നദിക്ക് കുറുകെ നിർത്തിയത് മത്സ്യബന്ധന യാനങ്ങൾക്ക് ഭീഷണി. സിൽക്ക് യാർഡിന് സമീപം നദിക്കടിയിലെ കല്ലിൽ തട്ടി മത്സ്യബന്ധന ബോട്ടുകളുടെ പ്രൊപ്പല്ലറുകൾ തകരുകയും നിരവധി ബോട്ടുകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സിൽക്കിലേക്ക് പൊളിക്കാൻ എത്തിച്ച കൂറ്റൻ കപ്പൽ തുറമുഖത്തിന് നദിക്ക് കുറുകെ നിർത്തിയിട്ടത് മത്സ്യബന്ധന ബോട്ടുകാരെ വലച്ചു. മീൻ പിടിച്ചു വരികയായിരുന്ന 2 ബോട്ടുകൾ ചാനലിലെ കല്ലിൽ പ്രൊപ്പല്ലറിടിച്ച് പുഴയിൽ കുടുങ്ങി. ഒട്ടേറെ ബോട്ടുകൾ നദിക്കടിയിലെ പാറയിലിടിച്ച് കേടായി. കഴിഞ്ഞ ദിവസം വൈകിട്ടെത്തിയ അത്തൈബ ഓഷ്യൻ പ്രൈഡ് എന്നീ ബോട്ടുകളാണ് വഴിയിൽ കുടുങ്ങിയത്. മാലിദ്വീപിൽ നിന്നും എത്തിച്ച MT ഏഷ്യൻ കിങ് എന്ന കൂറ്റൻ ടാങ്കർ കപ്പൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് സിൽക്കിലെത്തിച്ചത്. 72 മീറ്റർ നീളമുള്ള കപ്പൽ മത്സ്യബന്ധന ബോട്ടുകൾ കടന്നുപോകുന്ന ഇടത്തായാണ് നദിക്ക് കുറുകെ നിർത്തിയിട്ടിരിക്കുന്നത്. കപ്പൽ കണ്ട് ദിശമാറിപ്പോകുന്ന ബോട്ടുകളാണ് നദിക്കടിയിലെ കല്ലുകളിൽ ഇടിക്കുന്നതെന്ന് ബോട്ടുടമകൾ പറഞ്ഞു. ആഴമില്ലാത്ത ഭാഗത്തുകൂടി വേലിയിറക്ക സമയത്ത് എത്തിയ ബോട്ടുകളെല്ലാം പുഴയിലെ കല്ലിലിടിച്ച് കേടായി. തുറമുഖ വാർഫിനോട് ചേർന്ന് തീരത്ത് ചാലിയാറിന് കുറുകെ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിൽ വെളിച്ചമോ മറ്റു സൂചകങ്ങളോ സ്ഥാപിച്ചിട്ടില്ല. ഇതിനാൽ രാത്രി അപകട സാധ്യത ഏറെയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 3.8 മീറ്റർ താഴ്ചയുള്ള കപ്പൽ ഇവിടുത്തെ കല്ലിലിടിച്ച് കുടുങ്ങിക്കിടപ്പാണ്. ഇത് പെട്ടെന്ന് മുന്നോട്ട് നീക്കുക പ്രയാസമാണ്. വേലിയേറ്റത്തിൽ കപ്പൽ ആവുന്നത്ര തീരമടുപ്പിക്കാനാണ് ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നത്. കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ച് ബോട്ടുകളുടെ യാത്ര സുരക്ഷിതമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം നടത്താനുള്ള നീക്കത്തിലാണ് ഹാർബർ വികസന സമിതി. KSRTCക്കും ജീവനക്കാർക്കുമെതിരെ ചിലർ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് നല്ല ഉദ്ദേശത്തിലല്ലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. KSRTCയെ നന്നാക്കി കളയാമെന്നല്ല ഇവരുടെ ധാരണ, മറിച്ച് സ്ഥാപനം തന്നെ ഇല്ലാതാക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC സർവീസുകളെ സംബന്ധിച്ച് വ്യാപകമായ പ്രചരണങ്ങളാണ് തൽപരകക്ഷികൾ അഴിച്ചുവിടുന്നതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വം പറഞ്ഞു. ജീവനക്കാരുടെ പെരുമാറ്റത്തെപ്പറ്റിയാണ് ചിലപ്പോൾ വിമർശനം, ചിലപ്പോൾ സർവീസുകളുടെ കാര്യക്ഷമതയെപ്പറ്റി വിമർശിക്കുന്നു, മറ്റു ചിലപ്പോൾ എത്ര മുതൽ മുടക്കിയാലും സ്ഥാപനം ലാഭത്തിലാവില്ലെന്ന് ആക്ഷേപിക്കുന്നു. ഇത്തരം ആരോപണങ്ങളെല്ലാം KSRTCയെ നന്നാക്കിക്കൊള്ളാമെന്ന് ഉദ്ദേശിച്ചല്ല, മറിച്ച് സ്വകാര്യ ലോബിയെ സഹായിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വൈക്കം വിശ്വം പറഞ്ഞു. KSRTC എംപ്ലോയീസ് CITU സംസ്ഥാന ജനറൽ കൌൺസിലിന് മുന്നോടിയായി KSRTC പ്രതിസന്ധിയും പരിഹാരമാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ കോഴിക്കോട് ടൗൺഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം KSRTCയുടെ ഉയർന്ന തലത്തിലുള്ള മാനേജിംഗ് സമ്പ്രദായം ഇനിയും ഏറെ മെച്ചപ്പെടാനുണ്ടെന്നും വൈക്കം വിശ്വം കൂട്ടിച്ചേർത്തു. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർ വളരെ മോശമായി പെരുമാറുന്നുവെന്നും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നും ശക്തിയായ പ്രകടനം അഴിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ T ബാലൻ നായർ അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രി ബിനോയ് വിശ്വം, AARTWF ജനറൽ സെക്രട്ടറി KK ദിവാകരൻ, സ്വാഗത സംഘം ചെയർമാൻ M ഭാസ്കരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിടികിട്ടാപ്പുള്ളികളടക്കം മോഷണ കേസുകളിലെ 6-അംഗ സംഘം പോലീസ് പിടിയിൽ. താമരശ്ശേരി CI MD സുനിലും സംഘവുമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പെട്രോളിംഗിനിടെ ഇവരെ വലയിലാക്കിയത്. 2 കാറുകളും പിടിച്ചെടുത്തു. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 25 മോഷണ കേസുകളിലെ 6-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പാടി കാക്കവയിൽ നേരേക്കാട്ടിൽ തൊരപ്പൻ റഫീഖ് എന്ന റഫീഖ്, ചമൽ ചുണ്ടൻകുഴി എളമ്പരക്കുടിയിൽ പുഞ്ചിരി മുനീർ എന്ന മുനീർ, പുതുപ്പാടി പെരുമ്പള്ളി നിരുക്കുഞ്ചൽ അപ്പുറത്തുപൊയിലിൽ മണ്ണട്ട എന്ന് വിളിക്കുന്ന IG ലൈജു, ബാലുശ്ശേരി കൊട്ടാരമുക്ക് കുളത്തിത്തളത്തിൽ മഞ്ഞൾ എന്ന ഉണ്ണികൃഷ്ണൻ, നന്മണ്ട പടിയക്കണ്ടി ഇൻസൈഡ് റസാഖ് എന്ന റസാഖ്, ചമൽ കാരപ്പറ്റപ്പുറയിൽ സോഡ സാദിഖ് എന്നിവരെയാണ് വിവിധ മോഷണ കേസുകളിൽ അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പട്രോളിംഗിനിടെ കണ്ണോത്ത് അങ്ങാടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാറിലുണ്ടായിരുന്ന ഇവരെ താമരശ്ശേരി CI MD സുനിലും സംഘവും പിടികൂടുകയായിരുന്നു.
ഓണം അവധി ദിവസങ്ങളിലും ഓണത്തിന് ശേഷമുള്ള അവധി ദിവസങ്ങളിലുമായിട്ടാണ് വിവിധ വീടുകളിൽ ഇവർ മോഷണം നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5 മോഷണ കേസുകളിലും കുന്നമംഗലം സ്റ്റേഷൻ പരിധിയിൽ 5, കൊടുവള്ളി സ്റ്റേഷനിൽ 4, ബാലുശ്ശേരി സ്റ്റേഷനിൽ 3, കാക്കൂരിൽ 4, പേരാമ്പ്രയിൽ 2, കോടഞ്ചേരി 1, വയനാട് അമ്പലവയൽ സ്റ്റേഷൻ പരിധിയിൽ 1 എന്നിങ്ങനെ മോഷണ കേസുകളിൽ ഇവർ പങ്കാളികളാണ്. തൊരപ്പൻ റഫീഖും ഉണ്ണികൃഷ്ണനും 2 മോഷണ കേസുകളിൽ ശിക്ഷ കിട്ടിയിട്ടുള്ളവരാണെന്നും പിന്നീട് നടത്തിയ മോഷണ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ തൊരപ്പൻ റഫീഖും മണ്ണട്ട ലൈജുവും പിടികിട്ടാപ്പുള്ളികളായി ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. രാത്രിയാകുന്നതോടെ വാഹനങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ലൈറ്റില്ലാത്ത പൂട്ടിയിട്ട വീടുകൾ കണ്ടെത്തി രാത്രി 2 മണിക്ക് ശേഷം വീടുകളുടെ മുൻവാതിലുകൾ കുത്തിത്തുറന്ന് അകത്ത് കയറിയാണ് ഇവരുടെ മോഷണം. റഫീഖിന്റെ സ്വന്തം കാറിലും കാറുകൾ വാടകയ്ക്കെടുത്തുമാണ് ഇവർ മോഷണത്തിനായി ഇറങ്ങുന്നത്. താമരശ്ശേരി സിഐ MD സുനിൽ, കോടഞ്ചേരി SI PM ജറാദ്, NK മോഹൻദാസ്, VK സുരേഷ്, N ഹരിദാസ്, PK മോഹൻദാസ്, PK ജയപ്രകാശ്, ഡ്രൈവർ ബോബി ആൻഡ്രൂസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. Hi, casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഫറോക്ക് താലൂക്ക് ആശുപത്രിയോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് മുൻ MLA പാട്യം രാജൻ. ആശുപത്രിക്ക് മുന്നിൽ CMP ഫറോക്ക് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ആരംഭിച്ച 24 മണിക്കൂർ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫറോക്ക് താലൂക്ക് ആശുപത്രിയോടുള്ള കേരള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ CMP ഫറോക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 23, 24 തീയതികളിൽ ഫറോക്കിൽ നടക്കുന്ന 24 മണിക്കൂർ നിരാഹാര സമരം മുൻ MLA പാട്യം രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനത്തിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സന്നദ്ധമല്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടുത്തെ പ്രവർത്തകർ ഈ നിരാഹാര സമരവുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ആരംഭിച്ച് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ സമരം പൂർണ്ണമാകും. ഫറോക്ക് ചന്ത താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം എല്ലാ സജ്ജീകരണങ്ങളും കൂടി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക, ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക, ഇൻപേഷ്യന്റ് സൌകര്യം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CMP ഫറോക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ നിരാഹാര സമരം നടക്കുന്നത്. CMP ഫറോക്ക് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് കുമാർ, നിസാർ പുറ്റേക്കാട്, VP സുരേഷ് ബാബു, ഷാജഹാൻ, ഷാഫി ചുങ്കം, ജയപ്രകാശ്, ശശി കൊമ്മടത്ത്, അജയ് കുമാർ എന്നിവരെ പാട്യം രാജൻ ഹാരാർപ്പണം അണിയിച്ചു. K ഹാഷിൻ തങ്ങൾ, MV രാജേഷ്, ജില്ലാ സെക്രട്ടറി കൂടത്തങ്കണ്ടി സുരേഷ് എന്നിവർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. സ്വാതന്ത്ര്യം, സമാധാനം, വികസനം എന്നീ മുദ്രാവാക്യങ്ങളുമായി BJP നടത്തുന്ന ജനശക്തി യാത്രയ്ക്ക് ഉജ്ജ്വല തുടക്കം. PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടിയിൽ നിന്നും പാർട്ടി ഗ്രാമങ്ങളിലൂടെ കണ്ണൂരിലേക്കാണ് യാത്ര. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. സ്വാതന്ത്ര്യം, സമാധാനം, വികസനം എന്നീ മുദ്രാവാക്യങ്ങളുമായി കൊയിലാണ്ടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് BJP നടത്തുന്ന ജനശക്തി യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊലക്കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി അടിയറവ് പറയിപ്പിക്കാമെന്ന് കണക്കുകൂട്ടേണ്ട. ഒരടി പിറകോട്ട് പോയാൽ 2 അടി മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങളെന്നും CK പത്മനാഭൻ പറഞ്ഞു. അദ്ദേഹത്തിൽ ചോരച്ചാലിൽ കൂടി നീന്തി കടന്നു വരേണ്ടി വന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ കൊലക്കത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അടിയറവ് പറയിപ്പിക്കാം എന്ന് ഈ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ മൂരാച്ചി നേതാക്കന്മാർ കണക്ക് കൂട്ടണ്ട എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ജാഥ ക്യാപ്റ്റൻ PK കൃഷ്ണദാസിനെ അദ്ദേഹം പതാക കൈമാറി. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശിരീശൻ, VV രാജൻ, B രാധാകൃഷ്ണ മേനോൻ, MT രമേശ് എന്നിവർ സംസാരിച്ചു. ആസ്വാദക മനം കവർന്ന് ഡോക്ടർ AP മുകുന്ദനുണ്ണിയുടെ കർണാടക സംഗീത കച്ചേരി സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ദേശപോഷിണി പബ്ലിക് ലൈബ്രറി കലാവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ R സ്വാമിനാഥൻ വയലിനിലും ഹരി മൃദംഗത്തിലും പിന്നണിയൊരുക്കി. ശബ്ദഗാംഭീര്യവും ആലാപനത്തിലെ സൗകുമാര്യവും നിറഞ്ഞു നിന്ന ഗാനഭൂഷണം ഡോക്ടർ AP മുകുന്ദനുണ്ണിയുടെ കർണാടക സംഗീത കച്ചേരി ആസ്വാദക ഹൃദയം കവർന്നു. കുതിരവട്ടം ദേശപോഷിണി പബ്ലിക് ലൈബ്രറി കലാസമിതി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് കച്ചേരി നടന്നത്. ഗംഭീര നാട്ടരാഗത്തിന്റെ ബാലമുരളീകൃഷ്ണയുടെ ആദിതാളത്തിലുള്ള വർണ്ണത്തോടെയാണ് കച്ചേരി തുടങ്ങിയത്.
ശ്രീവരലക്ഷ്മി എന്ന് തുടങ്ങുന്ന ശ്രീരാഗകൃതി രൂപകതാളത്തിൽ രാഗവിസ്താരത്തോടൊപ്പം മനോധർമ്മസ്വരവും ആലപിച്ചു. ആംബേരി രാഗത്തിൽ നഗുമോ എന്ന് തുടങ്ങുന്ന ജനപ്രീതിയാർജിച്ച ത്യാഗരാജകൃതിയുടെ രാഗവിസ്താരവും ശ്രുതിമധുരമായി. പ്രൊഫസർ ആർ സ്വാമിനാഥൻ വയലിനിലും എൻ ഹരി മൃദംഗത്തിലും പിന്നണിയൊരുക്കി. തോടയം കഥകളി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ രജതോത്സവ പരിപാടികൾ തുടരുകയാണ്. രാവിലെ പ്രഭാഷണങ്ങളും വൈകിട്ട് സംവാദവും നടക്കുന്നുണ്ട്. നളചരിതം ആട്ടക്കഥ 7 ദിവസങ്ങളിലായാണ് അവതരിപ്പിക്കുന്നത്. ദമയന്തിയുടെ വാക്കുകൾ ഹൃദയത്തിൽ വഹിച്ചെത്തിയ ഹംസം നളനെ സന്ദേശം അറിയിക്കുന്നതു മുതൽ നളദമയന്തി സ്വയംവരം വരെയുള്ള കഥാഭാഗം പകർന്നാണ് തോടയം കഥകളി യോഗം രജതോത്സവത്തിന്റെ ഭാഗമായി നളചരിതം ആട്ടക്കഥാ സമീക്ഷയുടെ 2ാം ദിവസം. പുതുമയാർന്നാണ് നളചരിതം ആട്ടക്കഥയെ 7 ദിവസങ്ങളായി അവതരിപ്പിക്കുന്നത്. പതിവായി നളചരിതം 4 ദിവസങ്ങളിലാണ് അവതരിപ്പിക്കാറുള്ളത്. നളനായി പീശപ്പള്ളി രാജീവനും ദമയന്തിയായി ചമ്പക്കര വിജയനും അരങ്ങിലെത്തി. നാരദനായി വിപിൻ, ഇന്ദ്രനായി കലാമണ്ഡലം നീരജ്, വരുണനായി കലാമണ്ഡലം പ്രവീൺ, യമനായി കലാമണ്ഡലം അജു എന്നിവരും വേഷമിട്ടു. ചെണ്ടയിൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, വേണുമോഹൻ എന്നിവരും മദ്ദളം ഹരിഹരൻ, അനീഷ്, ചുട്ടിയിൽ പത്മനാഭൻ, രാജീവ് എന്നിവരും പശ്ചാത്തലമൊരുക്കി. രജതോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മഹാഭാരത ആഖ്യാന മഹോത്സവത്തിൽ MN പാലൂർ, സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി എന്നിവർ സംസാരിച്ചു. TS മാധവൻകുട്ടി പ്രഭാഷണം നടത്തി. നളചരിതം 2ാം ഭാഗം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പാഠപരിചയം നടത്തി. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് പാറപ്പടി സിൽവർ ഹിൽസ് സ്കൂളിൽ 8ാമത് സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 25 നടക്കും. മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റൻ CV സണ്ണി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. 28ാം തീയതി നടക്കുന്ന സമാപന ചടങ്ങിൽ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ താരം അപർണ ബാലൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്ന് ടൂർണമെന്റ് ജനറൽ കൺവീനർ ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തപസ്യ ആർട്ട് ആൻഡ് ലിറ്റററി ഫോറത്തിന്റെ 25ാമത് നവരാത്രി സംഗീതോത്സവം സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 3 വരെ കടലുണ്ടിയിൽ നടക്കും. സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണിക്ക് പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. 9 ദിവസം നീളുന്ന പരിപാടികളിൽ പ്രശസ്ത സംഗീതജ്ഞരുടെ കച്ചേരികൾ, നാടകം, മ്യൂസിക് ഫ്യൂഷൻ, പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന സംഗീത പരിപാടികൾ, കഥകളിപ്പദങ്ങൾ എന്നിവയുമുണ്ടാകും. വിജയദശമി നാളിൽ ഡോക്ടർ KN പ്രിയദർശൻലാൽ കുട്ടികളെ എഴുത്തിനിരുത്തും. തുടർന്ന് പുതിയ സംഗീത ക്ലാസുകൾ ആരംഭിക്കും. ഒക്ടോബർ 3 വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡ് നേടിയ KM മനോജ് മാസ്റ്റർ, സംഗീതരംഗത്തെ സമർപ്പിത ജീവിതത്തിനുടമയായ VM കുട്ടി എന്നിവരെ ആദരിക്കുമെന്നും തപസ്യ ഭാരവാഹികൾ പറഞ്ഞു. വ്യായാമം ദിനചര്യയാക്കുക എന്ന സന്ദേശമുയർത്തി ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി റോട്ടറി ക്ലബ്ബും മലബാർ ഹോസ്പിറ്റലും സംയുക്തമായി ഹൃദയത്തിനുവേണ്ടി നടത്തം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 29 രാവിലെ 7 മണിക്ക് കൊയിലാണ്ടി സ്റ്റേഡിയം പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന നടത്തം K. ദാസൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 28 ഞായറാഴ്ച സൌജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. മലബാർ ഹോസ്പിറ്റൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ASM ഫസലുദ്ദീൻ നേതൃത്വം നൽകും. ക്യാമ്പിന് പങ്കെടുക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ താറടിക്കാനായി ചിലർ രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് എളമരം കരീം MLA. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇത് ജനങ്ങളോട് തുറന്നു പറയണമെന്നും കടന്നപ്പള്ളി. കൊലപാതകങ്ങൾ രക്തസാക്ഷി കുടുംബങ്ങളുടെ വികാര പ്രകടനമാണെന്ന പിണറായിയുടെ പ്രസ്താവന കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്.